എനിക്കറിയാം നമ്മുടെ ചാനൽ കാണുന്ന ഭൂരിഭാഗം പേരും പോർട്രേറ്റ് വരയ്ക്കുന്ന അല്ലെങ്കിൽ നല്ല റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേറ്റ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ കൂടുതലും വീഡിയോസും പോർട്രേറ്റ് റിലേറ്റഡ് ആണ്. പക്ഷേ നമ്മുടെ ഡ്രോയിങ് സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ട്, നല്ല ചിത്രങ്ങൾ ഫ്ലെക്സിബിളായിട്ട് വരയ്ക്കാനായിട്ട് ആളുകളുടെ മുഖം മാത്രം വരച്ച് പഠിച്ചാൽ മതിയോ? പോരാ. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു സ്കെച്ച് ബുക്കും പിന്നെ ഒരു ചാർക്കോൾ പെൻസിലുമാണ്. എന്തുകൊണ്ട് ചാർക്കോൾ പെൻസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാർക്കോൾ പെൻസിലിനൊരു പ്രത്യേകതയുണ്ട്. ചാർക്കോൾ പെൻസിലും പേപ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഫ്രിക്ഷൻ നമുക്ക് അനുഭവപ്പെടും. അതായത് അത്ര ഈസി ആയിട്ട് പെട്ടെന്ന് ലൈൻസ് ഒന്നും വരയ്ക്കാൻ പറ്റില്ല, ചെറിയൊരു പിടുത്തം ഉണ്ടാവും. ആ പിടുത്തത്തിൽ നിങ്ങൾ ഒരുപാട് ഡ്രോയിങ്സ് വരച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കൈയൊക്കെ വളരെ ഫ്ലെക്സിബിളായിട്ട് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യും. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എങ്ങനെ വരയ്ക്കാമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സ്കെച്ച് ബുക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാർക്കോൾ പെൻസിലുമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ചാർക്കോൾ പെൻസിൽ ഇല്ലെങ്കിൽ നിങ്ങളൊരു 4B 2B അല്ലെങ്കിൽ HB പെൻസിൽ യൂസ് ചെയ്യാം. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മാക്സിമം ഒറിജിനൽ ഒബ്ജക്റ്റ് നോക്കി വരയ്ക്കുക, നാച്ചർ നോക്കി വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റിൽ ലൈഫ് വെച്ചിട്ട് നോക്കി വരയ്ക്കുക. സ്റ്റിൽ ലൈഫ് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള പാത്രങ്ങളും കുപ്പികളൊക്കെ നിരത്തി വെച്ചിട്ട് അത് നോക്കി വരയ്ക്കും. അല്ലെങ്കിൽ വീടിൻ്റെ ഒരു സ്പേസ്, ഒരു സ്ഥലം അതേപോലെ തന്നെ നോക്കി വരയ്ക്കുക. അല്ലെങ്കിൽ പുറത്ത് പോയിരുന്ന് മരങ്ങളും ലാൻഡ്സ്കേപ്പും ഒക്കെ നോക്കി വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ പടത്തിലൊരു മെയിൻ ഒബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ, ആ മെയിൻ ഒബ്ജക്റ്റ് ആദ്യം വരച്ചാൽ നമ്മുടെ ഡ്രോയിങ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ആ ലാൻഡ്സ്കേപ്പിൽ വലിയൊരു മരമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ മരം മാക്സിമം ടൈം എടുത്ത് വലുതാക്കി നല്ല നീറ്റായിട്ട് വരയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഒബ്ജക്റ്റുകളിലേക്ക് പിന്നെ കടന്നാൽ മതി. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റ് ആദ്യം വരയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടിപ്പ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കാണുന്ന ഐറ്റംസ് മാത്രം വരയ്ക്കാം, നമ്മൾ കാണാത്ത ഒന്നും അതിൽ വരയ്ക്കരുത്. നമ്മുടെ ഇമാജിനേഷൻ ഈ ഒരു പ്രാക്ടീസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കാണുന്നതൊക്കെ അതേപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുകയും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കാണുന്ന വസ്തുക്കൾ, ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു ബക്കറ്റ്, നമ്മുടെ ഇമാജിനേഷനിലെ ബക്കറ്റ് വേറൊരു ഷേപ്പിലായിരിക്കും, നല്ല നീറ്റായിട്ടുള്ള ഷേപ്പിലായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ വീട്ടിലൊരു അലുമിനിയം ബക്കറ്റൊക്കെ ആണെങ്കിൽ കുറച്ച് ചളിങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ ആ ചളുങ്ങിയ ബക്കറ്റ് അതേപോലെ തന്നെ നോക്കി വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഈ പോയിൻ്റ് പറയുന്നത്, മാക്സിമം നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നോക്കി വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിൻ്റ്, പേജ് റൊട്ടേറ്റ് ചെയ്യരുത്. പേജ് റൊട്ടേറ്റ് ചെയ്യരുതെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ വരയ്ക്കുന്നത് ഈസി ആക്കാനായിട്ട് ചിലപ്പോൾ പേജൊക്കെ റൊട്ടേറ്റ് ചെയ്യും. നോർമലി എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ഫ്രീ ഹാൻഡ് പ്രാക്ടീസിൽ നമ്മളൊരിക്കലും പേജ് റൊട്ടേറ്റ് ചെയ്യരുത്. എന്തിനാ അങ്ങനെ പറയുന്നത് വെച്ചാൽ, കുറേ കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഒരു മതിലൊക്കെ പെയിൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. ഒരു മതിലൊരു ഫ്രീ ഹാൻഡ് സ്കെച്ച് ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു ക്യാൻവാസിൽ ഫ്രീ ഹാൻഡ് സ്കെച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ മതിൽ റൊട്ടേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അത് ഫിക്സ്ഡ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു സ്പേസാണ്. അപ്പോൾ അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്പേസിൽ ഈസി ആയിട്ട് വരയ്ക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ചെറിയ പേപ്പർ ആണെങ്കിലും ആ പേപ്പർ റൊട്ടേറ്റ് ചെയ്യാതെ മാക്സിമം നേരെ വെച്ച് തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പേജ് റൊട്ടേറ്റ് ചെയ്യാതെ വരയ്ക്കുക. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇറേസറിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഈ ചാർക്കോൾ പെൻസിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ചാർക്കോൾ പെൻസിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് വരയ്ക്കാനായിട്ട്, കാരണം കുറച്ച് ഫ്രിക്ഷൻ കൂടുതലാണ് പേപ്പറും പെൻസിലും തമ്മിൽ. അതുപോലെ തന്നെ നമ്മൾ നീറ്റായിട്ട് വരച്ചില്ലെങ്കിൽ കൈയൊക്കെ തട്ടി സ്പ്രെഡാവും. അപ്പോൾ കൂടുതൽ ഡ്രോയിങ് നമ്മൾ ചെയ്യുന്തോറും, അത് നീറ്റാക്കാൻ ശ്രമിക്കും തോറും നമ്മുടെ സ്കില്ല് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് മടങ്ങ് കൂടും. അതുപോലെ തന്നെ ഇറേസർ പരമാവധി ഒഴിവാക്കുക. തെറ്റുപറ്റ തിരുത്താൻ പറ്റുമെന്നുള്ള ചിന്തയൊന്ന് മാറ്റി വയ്ക്കുക. കുറച്ച് ടൈം എടുത്ത് നല്ല രീതിയിൽ നീറ്റായിട്ട് സ്കെച്ച് ചെയ്യുക. അപ്പോൾ ഈ ഉള്ള ദിവസങ്ങളിൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, വീട്ടിൽ ആദ്യം ചെറിയ ഒബ്ജക്റ്റുകൾ ആദ്യം നോക്കി വരയ്ക്കുക. ജഗ് അല്ലെങ്കിൽ ഗ്ലാസസ്, കുപ്പികൾ, അതൊക്കെ നിരത്തി വെച്ചിട്ട് സ്റ്റിൽ ലൈഫ് ആദ്യം വരയ്ക്കുക. അതൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ഒരു റൂമിൻ്റെ ഒരു സൈഡ് നോക്കി വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുക. കുറച്ച് പൂക്കളും ചെടികളും വാഴയും തെങ്ങൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കി വരയ്ക്കുക. എന്നിട്ടും മതി മനുഷ്യരിലേക്ക് കടക്കാനായിട്ട്. കാരണം മനുഷ്യർ നമ്മൾ വിചാരിക്കുന്ന പോലെ കുറേ നേരം നിന്നൊന്നും തരില്ല. മാക്സിമം അവരുടെ അടുത്ത് പറയാതെ അവരെ നോക്കി വരയ്ക്കുന്നതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ
ഇത്രയും കാര്യങ്ങൾ വരച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും ജീവനുള്ള വസ്തുക്കൾ നോക്കി വരയ്ക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കൊക്കെ കടക്കാം. അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് സ്കെച്ച് ചെയ്തെടുക്കണം. കാരണം ഒരാളറിയാതെ നമ്മൾ അദ്ദേഹത്തെ വരയ്ക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ 1 മിനിറ്റ് അതിൽ താഴേക്കായിരിക്കും അതേ പോസിൽ നിൽക്കുക. അപ്പോൾ അത് നമ്മൾ മെമ്മറൈസ് ചെയ്യണം. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറി പവർ അത്രയും കൂടും. നമ്മളെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന എന്തും ജീവനുള്ള വസ്തുക്കളാണെങ്കിലും ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിലും അതേപടി സ്കെച്ച് ചെയ്ത് പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിലേക്കുള്ള പ്രാക്ടീസാണ് ഈ ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് എന്നുള്ള സംഭവം. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.